സെക്സ് ഷോപ്പ്, അങ്ങനത്തെ ഷോപ്പുകളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. ഇതൊരു അവരുണ്ടോ എപ്പോഴും ആ സ്കാം ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവിടെ? ഇതുകൊണ്ട് പോയി അവരെന്നെ എന്തായാലും പൊക്കും. നേരത്തെ ഈ ക്യാമറ കൊണ്ട് കാണിച്ചപ്പോഴാണ് അവരെന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല. നമസ്കാരം. ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പൊ എല്ലാവർക്കും ഈസ്റ്റർ വിഷസ്. അപ്പം ഇന്ന് എന്തായാലും ഞായറാഴ്ചയാണ്, ഓഫാണ്. സോ ഇന്ന് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയിട്ട് നമ്മുടെ സുഹൃത്ത് ബ്ലസന്റെ വീട്ടില് ബ്ലസൻ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ബ്ലസൻ ഇപ്പോൾ ഓൾറെഡി പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പള്ളിയിലേക്ക് പോകുന്നേ ഉള്ളൂ, കുറച്ച് ലേറ്റ് ആയി. അപ്പം ഈസ്റ്ററിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മൂന്ന് ലോക്കുണ്ട് ഇതിന് ഇതുപോലെ തന്നെ. വഴിയിലൂടെ നമ്മൾ നേരെ താഴേക്ക് പോവാണ്. കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആണ് ഇന്ന്. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഞാൻ റോഡും വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. നോർമലി ഈ ഒരു സ്ഥലത്ത് നല്ല തിരക്ക് വരേണ്ടതാണ് ശനിയാഴ്ചയൊക്കെ. ഇതിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ടാണ് എല്ലാവരും ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട്, പിന്നെ ഇവിടെ ഹോളിഡേയ്സും വെക്കേഷനും കൂടെ ആയതുകൊണ്ട് പാരീസ് സിറ്റിയിൽ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന സൈക്കിളാണ് കേട്ടോ. ഇത് ബ്ലൂ ഇലക്ട്രിക്കും മറ്റേ ഗ്രീൻ മാനുവലുമാണ്. മന്ത്ലി 9 യൂറോ. അപ്പോൾ ഒരു ദിവസം 2 ഇലക്ട്രിക് റൈഡ് 45 മിനിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറേ എല്ലായിടത്തും ഉണ്ട്, പാരീസിൽ കുറേ സ്ഥലങ്ങളിലുണ്ട്. വൈഡ്ലി യൂസ്ഡ് ആണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ആരും. കുഴപ്പമില്ല, നമുക്ക് ഇതെടുക്കാം. ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, ഡൺ. ഒരു മൂഡി ക്ലൈമറ്റ് ആണ്. എനിക്കറിയത്തില്ല എന്താണെന്നറിയത്തില്ല, എല്ലാ ശനിയും ഞായറും ആകുമ്പോഴേക്കും പാരീസിലൊരു ചെറിയൊരു മഴയൊക്കെയുള്ള മേഘങ്ങളൊക്കെയുള്ള ക്ലൈമറ്റ് വരും. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പ് പോലുള്ള നഗരങ്ങളിലൊക്കെ ഇതുപോലുള്ള ക്ലൈമറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. അങ്ങ് ആ അകലെ കാണുന്നതാണ് സക്കർകോർ ബസിലിക്ക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാരീസിലൊക്കെ കുറേ അധികം പള്ളികളുണ്ടെന്ന്. ഇത് ഈ കാണുന്ന ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു 50 മീറ്റർ മാറിയാൽ വേറൊരു പള്ളിയുണ്ട്. ഇപ്പം ഞാനിങ്ങനെ സൈക്കിൾ ഓടിച്ച് വരുമ്പോഴാണ് ഇവിടെ ഒരു മാർക്കറ്റ് കണ്ടത്. ഇതുപോലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഴയ സാധനങ്ങളും യൂസ്ഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിങ്ങനെ വീക്കെൻഡുകളിൽ ശനി ഞായറുകളിലും പാരീസ് സിറ്റിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തവണ ഇവിടെയാണുള്ളത്. എന്താ പറയുക, കൈൻഡ് ഓഫ് ആൻറ്റിക് സാധനങ്ങൾ, ചിത്രങ്ങൾ, ഷോക്കേസിൽ ഡെക്കറേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അല്ലേ മെസ്സി? ഇയാളെ കൊണ്ട് തോച്ചല്ലോ. സെക്സ് ഷോപ്പ്, അങ്ങനത്തെ ഷോപ്പുകളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. ഇതൊരു എല്ലാ ഫേമസ് ആയിട്ടുള്ള സിറ്റികളിലും ഒരു ചുവന്ന തെരുവുണ്ടാവും. ഒരു കൈൻഡ് ഓഫ് റെഡ്, ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു തെരുവുണ്ടാവും. ആംസ്റ്റർഡാമിലൊക്കെ ഉണ്ട്. ഇവിടെ സെക്സ് സ്റ്റോർ, സെക്സ് ഷോപ്പ്, എല്ലാം സെക്സ് അങ്ങനെയുള്ള എല്ലാം. ഇവിടുത്തെ ഓരോരോ ഷോപ്പിൻ്റെയൊക്കെ പേരൊക്കെ ഭയങ്കര കൗതുകകരമായിട്ടുള്ള പേരൊക്കെയാണ്. അപ്പം ഇതിന്റെ പിഗൽ എന്നാണ്, പാരീസിൽ അതിന്റെ പിഗൽ എന്ന് പറഞ്ഞ ഈ ഒരു ലൊക്കേഷനിലാണ് അങ്ങനത്തെ ഒരു ഷോപ്പ് വരുന്നത്. സെക്സ് ടോയ്സ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓർഡർ ചെയ്തൊരു സാധനം ഇവിടെ വന്നിരിപ്പുണ്ട്. കണ്ടോ, ഞായറാഴ്ച കൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ്. പക്ഷെ ഇവിടെയുള്ള ഒരു കടയിലാണ് നമ്മുടെ സാധനം വന്നിരിക്കുന്നത്. ഇന്ന് 10 മണി തൊട്ട് മല കയറുവാണ് കേസ്. ഞാൻ ബ്ലസന്റെ സൈക്കിൾ എടുത്തിരിക്കണം. എടാ പോടാ, പോക്കോ, ഞാൻ പറയാമെന്നോളാം. എങ്ങനെയുണ്ട് ബ്ലസ? സൂപ്പർ അല്ലേ? അതാണ് ഒരു സൈക്കിൾ അറ്റ് എ ടൈമാണ്, അല്ലെങ്കിൽ ഞാൻ 2 സൈക്കിളൊക്കെ എടുത്തേരെ. ഇത് കണ്ടോ, ഷൂസ്, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മാർക്കറ്റിൽ വരുന്നത് കേട്ടോ.
ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കണം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് കറക്റ്റ് സമയത്ത് നമ്മുടെ മുമ്പിൽ ഇത് വന്ന് വിട്ടു. ഇത്രയും കുറേ ആളുകളുണ്ട്. ഇതൊന്നും അത്ര നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കളക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ കളക്ഷൻസ് ഉള്ളവർക്ക് അടിപൊളിയായിരിക്കും. ഒരേ സമയം 2 ടോയ്സ് ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് കേട്ടോ പാരീസിലെ പബ്ലിക് ടോയ്ലറ്റ്. പാരീസിലേക്ക് വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട. നമുക്ക് നേരെ മേളിലേക്ക് പോട്ടെ. ഞങ്ങൾ പാരീസിലെ സാക്രഗോർ ബസിലിക്കയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ എത്തിയിരിക്കുകയാണ്. വഴി നിറച്ചും സ്കാംസ് ആണ്. താഴെ ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ എന്നോട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ വേറൊരു സ്കാമുണ്ട്. ഇതുകൊണ്ടല്ലോ, ഇതിങ്ങനെ കൈ കിട്ടുന്ന കയ്യിൽ ഇങ്ങനെ ബാൻഡേജ് കിട്ടിയിട്ട് അതിനുള്ള പൈസ മേടിക്കുന്നതാണ്. നമ്മള് ക്യാമറ നമ്മുടെ കയ്യിലുണ്ട്, ഇത് ഓൺ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറയും നോ ക്യാമറ ഹിയർ എന്നൊക്കെ പറയും. വൻ സ്കാം കേട്ടോ ഇവർ നടക്കുന്നത്. സീനിന്റെ നത്ത 1, 2, ഒരു 5 പേര് അവിടെ ഇവിടെ നിന്നിട്ട് നോക്കടാ. അവര് അവിടെ ഇവിടെ 5 പേര് നിന്നിട്ട് പരിപാടി ചെയ്യുന്നേ. അതെ, അവിടെ കെട്ടുന്നു, അതുപോലെ തന്നെ ഇവിടെ കെട്ടുന്നു. എൻ്റെ ആളിയെ ഉടായ്പിന്റെ വേറെ പരിപാടി കേട്ടോ ഇവര്. അപ്പം നമ്മളങ്ങനെ ഫേമസ് സാക്രഗോർ ബസിലിക്കയിലേക്ക് കയറിയാണ്. ഇന്ന് ബ്ലസന്റെ വീട്ടിൽ ബ്ലസൻ നല്ല അടിപൊളി ഫുഡൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ബ്ലസന് പബ്ലിക് അപ്പിയറൻസ് ഇഷ്ടമല്ല. ചെറിയ തണുപ്പുണ്ട്. ഞങ്ങളുണ്ടല്ലോ ഈസ്റ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ സാക്രഗോർ ബസിലിക്കയിൽ നിന്ന് വന്നതാണ്. സോ ഈ വരുന്ന വഴിക്ക് മുഴുവൻ സ്കാംസ് ആണ്. ഈ 2 വഴി സാക്രഗോറിലേക്ക് എൻ്റർ ചെയ്യുന്ന 2 വഴിയിലും കുറച്ച് ആൾക്കാർ നിന്നിട്ട് കയ്യിൽ ഇങ്ങനെ ചരട് കിട്ടുന്ന പരിപാടിയുണ്ട്. ഫ്രീ ആയിട്ട് വന്ന് കയ്യിൽ ചരട് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം അവർ 10 യൂറോ 20 യൂറോ ഒക്കെ നമ്മുടെ നിന്ന് മേടിക്കും. ഇപ്പം ഇവിടെ നിൽക്കുന്ന സമയത്തിനുള്ള ഏകദേശം ഒരു 3-4 ടൂറിസ്റ്റിൽ അവരെ നിർബന്ധിച്ച് കൈ കെട്ടി കുറച്ചുകൂടെ നിന്ന് പൈസയും മേടിച്ചു. താഴെ വേറൊരു സ്കീം, ഇങ്ങനെ ബോൾ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ മാറ്റുന്ന സ്കീം. അതിൽ ഞാൻ ക്യാമറ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവര് ഒന്ന് ക്യാമറ ഒക്കെ മേടിക്കാവുന്ന രീതിയിലോ പോയി. വൻ സ്കാം വന്നു. അത് ഈ ഇത് നിൽക്കുന്ന ഒരു ഏരിയ സ്കാംഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെയുള്ള ആളുകളും ഭയങ്കര ശോകമാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്നവർ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് പാരീസ് കാണാൻ വരുന്നവര്, നാട്ടിൽ നിന്ന് പാരീസ് കാണാൻ വരുന്നവര് ഇതൊക്കെ അറിഞ്ഞിരിക്കുക. സോ ഞങ്ങൾ ഈ കാണുന്ന ഒരു സാക്രഗോർ ബസിലിക്കയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകണം. നല്ല ക്യൂ ആണ്. സോ ഇത്രയും ക്യൂ നിന്നിട്ട് നമുക്ക് എന്തിനാ വേറൊരാളുടെ ചാൻസ് കളയുന്നത്? കാരണം ഞങ്ങൾ ഇത് എപ്പോഴും കാണാറുള്ളതാണ്. നമുക്കത് ക്യൂ നിൽക്കാനുള്ള സമയവും ഇല്ല അല്ലേ ബിളസ? എല്ലാത്തിനും യെസ് എന്ന് അത്ര വർഷം പറഞ്ഞു താല്പര്യമില്ല ഗൈസ്. വീട്ടിൽ പോവുക. വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം നേരെ പ്ലസന്റെ വീട്ടിൽ പോവുക. വൈൻ റൂഷ്, റെഡ് വൈൻ ഈസ്റ്റർ ആണല്ലോ ഒബ്വിയസ്ലി. യെസ്, ഇതിലെ പോലും വിന്ററൊക്കെ മാറി മരത്തിലൊക്കെ ഇങ്ങനെ സ്പ്രിംഗ് ഇലകളൊക്കെ വന്നു തുടങ്ങിയിരിക്കും. അവരുണ്ടോ ഇപ്പോഴും ആ സ്കാം ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവിടെ? ഇതുകൊണ്ട് പോയി അവരെന്നെ എന്തായാലും പൊക്കും. നേരത്തെ ഈ ക്യാമറ കൊണ്ട് കാണിച്ചപ്പോഴാണ് അവരെന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല. ഇതൊക്കെ ഉടായ്പാണ്, വൻ ഉടായ്പ്. എനിക്ക് ഒന്ന് കാണുമ്പോ എന്താ ചുമ്മാ മിണ്ടായിരിക്കാൻ തോന്നത്തില്ല. അതാ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഇത് പോവില്ലല്ലോടേ. എന്താടാ സ്റ്റൂ ഇതൊക്കെയാ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. സലാഡ്, കട്ട്ലേറ്റ്, കരള്, അപ്പം. എനിക്കിത് മതി ഗൈസ്, എനിക്കിത് ധാരാളം. സോ ഇത് 15 മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു ട്രെയിൻ പോകത്തുള്ളൂ. സോ ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു കോച്ചിൽ. ഞാൻ ഈസ്റ്ററിന് ഞാനായിട്ട് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ വൈൻ കുഴപ്പമില്ലല്ലോ. വൈൻ 1 വൈൻ ഈസ് മാൻഡേറ്ററി ഹിയർ. പിന്നെ ഒരു ചെറിയ കുറച്ച് കുക്കീസ്. പിന്നെ ഞാൻ തന്നെ വലിയൊരു ഗിഫ്റ്റ് അല്ലേ ഇവിടെ സാ.
അതല്ലടാ, നീ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായല്ലോ. ഇത് യൂട്യൂബിലിടാണെങ്കിൽ യൂട്യൂബിലിടാനാണ് ഞാൻ ചോദിക്കാടാ. നല്ല നീ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായല്ലോ. എങ്ങനെയുണ്ട് പാരീസ് വന്നു കഴിഞ്ഞിട്ട്? കോഴ്സ് കഴിഞ്ഞില്ല. ശരിയാ, കോഴ്സ് കഴിഞ്ഞില്ല. എങ്ങനെയുണ്ട് പാരീസ്? ഇല്ല, പറ. നിനക്കറിയുന്നില്ല പാരീസ് ജോലിയുടെ പാർട്ട് ടൈം ജോലി, പഠിക്കുമ്പോഴുള്ള ലൈഫ്, പഠിച്ചു കഴിയുമ്പോഴുള്ള ലൈഫ്? പാരീസ് കുഴപ്പമൊന്നുമില്ല. പാരീസ് ഇപ്പൊ 2.5 വർഷമായല്ലോ. 2.5 വർഷമല്ലേ? എങ്ങനെയുണ്ട് പാരീസ്? നീ ഇപ്പോൾ വന്ന് പഠിച്ചു, 2.5 വർഷം കഴിഞ്ഞു, കോഴ്സ് ഉടനെ കംപ്ലീറ്റ് ചെയ്യും. എന്ത് തോന്നുന്നു പാരീസിനെ പറ്റിയിട്ട്? പാരീസിനെ പറ്റി എനിക്ക് ഹോപ്പ്ഫുള്ളാണ്. പാരീസ് 2 വർഷത്തെ അനുഭവം വെച്ച് പാരീസിൽ ഇഷ്ടംപോലെ ചാൻസ്. അപ്പം നമ്മളങ്ങനെ ബ്ലസൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേതാ ട്രാക്ക്? ഒരു ഹൈസ്പീഡ് ട്രെയിനിലാടാ പോകുന്നത്? അതെ, TGV. നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഇതില്. മിക്ക ആൾക്കാർ ആദ്യം പാരീസിലേക്കൊക്കെ പഠിക്കാൻ വരുവാണെങ്കിൽ ഇങ്ങനെ സബർബൻ പാരീസിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് ട്രെയിനൊക്കെ എടുത്ത് പാരീസിലേക്ക് വന്ന് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യും. പിന്നെ പാരീസിനകത്ത് എക്സ്പെൻസീവ് ആണ്, പിന്നെ ചെറുതാണ്. എൻ്റെ ആ റൂമിന് എന്ത് ചെറുതാണ്, 10-12 സ്ക്വയർ മീറ്ററേ ഉള്ളൂ. എല്ലാത്തിനും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടല്ലോ. ഇതൊക്കെ ബ്രോ വെച്ചല്ലേ? സ്റ്റൂവൊക്കെ ബ്രോ വെച്ചാ? സൂപ്പർ. ഇവരാണ് അതൊക്കെ വെച്ചെന്നുള്ളത്. ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇവൻ ഈഫൽ ടവറിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല, വീട്ടിൽ വിളിച്ചോണ്ടിരിക്കുക. ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റ്സ് ഉണ്ട് പാരീസിലേക്ക്. സോ ബൈ ടു ബ്ലസൻസ് ഹൗസ്. ബ്ലസൻ ഞായറാഴ്ചയാണ് ഫാമിലിയെ വിളിക്കുന്നത്. ഫുൾ കോളിംഗ് ആണ്. ഒരു പരീസിയൻ സബർബൻ സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു പരീസിയൻ സബർബൻ ഗ്രാമം എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട്. ഇവിടെ കൂടുതലും വീടുകളും അപ്പാർട്ട്മെന്റ്സും. ഇവരൊക്കെ മിക്കവാറും പാരീസിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. ശരി, ഞാനും കുറച്ച് ടയേർഡാണ്, സ്ലീപ്പിയാണ്. ശരി, ബൈ. ആറ് മിനിറ്റ്. അപ്പം ഞാനങ്ങനെ ഫൈനലി നമ്മുടെ പോൻകാർദിനട്ട് എന്ന് പറയുന്ന സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അങ്ങ് കാണുന്ന ഏതോ ബിൽഡിങ്ങിനകത്താണ് ഞാൻ താമസിക്കുന്നത്. സോ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടീസിന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് എത്ര ക്ഷീണിച്ചിട്ടായിരിക്കും എന്നറിയാമല്ലോ. ഞാൻ നല്ല ടയർഡാണ്. പിന്നെ നാളെ തൊട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യും, തിങ്കളാഴ്ചയാണ്.